നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ബാരിസ്റ്റേഴ്സ് അക്കാഡമിയുടെ ക്ലാസ്സസ് ടോട്ടലി സബ്ജക്ട് വൈസ് ആയിട്ടായിരിക്കും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പൻസ് ലൈവായിട്ട് തന്നെ എൻഷുർ ചെയ്യാം. കാരണം റെക്കോർഡ് ക്ലാസ് 1 ഹവറിന്റെ എബോവ് ഉള്ള ക്ലാസ്സസ് പിന്നീട് കേൾക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നല്ല രീതിയിൽ ബോറടിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഇനി ഈ ഒരു ടൈം ചേഞ്ചിങ്ങിന് ആർക്കെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാവുന്നതാണ്. എല്ലാവർക്കും ഡിസ്കഷൻ എല്ലാവർക്കും ഓപ്പൺ ആണ്. ഏത് ഡേയ്സ് ആണ് ഏത് ടൈമാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ആപ്റ്റായിട്ട് നിങ്ങൾക്ക് വേറെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ട് എൻഷുർ ചെയ്യുന്ന കാര്യങ്ങളാണ് ബാരിസ്റ്റേഴ്സ് അക്കാഡമിയുടെ ക്ലാസ് എന്ന് പറയുന്ന എൻട്രൻസ് ഓറിയന്റഡ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് പാർട്ട്. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്സും ഓരോ ദിവസങ്ങളായിട്ട് എടുത്തു തരുന്നതാണ്. ഐ മീൻ ഇതില് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടിന്റെ ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ IPCയുടെ പാർട്ട് വേറെ തന്നെ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫാമിലിയുടെ പാർട്ട് വേറെ തന്നെ ആയിട്ടുണ്ടാവും. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്സിൽ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എൻട്രൻസിന്റെ മറ്റു ഭാഗങ്ങളായിട്ടുള്ള മാത്സിന്റെയും അതുപോലെ തന്നെ ലീഗൽ റീസണിങ്ങും ഒക്കെ ആയിട്ട് വേറെ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും എന്തായാലും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് എല്ലാവരും പാർട്ടിസിപ്പൻസ് എൻഷുർ ചെയ്യാം. അല്ലെങ്കിൽ മിസ്സായി പോകണമെന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയുന്ന ആളുകൾക്കും വീണ്ടും റിപ്പീറ്റേഷൻ ആയിരിക്കും. എന്നിരുന്നാൽ പോലും എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ്ലി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് 1600 ശേഷം, അഥവാ 17th സെഞ്ചുറി ടൈമിൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഉണ്ടാവുന്ന ട്രേഡ് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നത്, എങ്ങനെയാണ് ഇന്ത്യയിൽ ഓരോ ആക്ട്സ് വരുന്നത്, എങ്ങനെയാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അത് എത്തിച്ചേരുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ 1600s കാര്യങ്ങൾ, ട്രേഡിന്റെ ആവശ്യമായിട്ട് ബ്രിട്ടീഷേഴ്സ് വന്ന കാര്യങ്ങൾ മുതലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതില് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള പേരിലാണ്. നമുക്കറിയാം ഹിസ്റ്ററി ഫോളോ ചെയ്ത ആളുകൾക്കും പ്ലസ് ടുവിലൊക്കെ ഓക്കെ ജോയിൻ ചെയ്യുന്നവരൊന്നും മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഷബാസ് ഒന്ന് മ്യൂട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ടുള്ള, നമുക്കറിയാം ബ്രിട്ടീഷേഴ്സിന്റെ മുമ്പ് ആദ്യം വരുന്നത് ബ്രിട്ടീഷേഴ്സിന്റെ ടൈമിൽ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള രീതിയിലായിരുന്നു കച്ചവടം, ട്രേഡും മാർക്കറ്റിംഗുകളൊക്കെ ചെയ്തിരുന്നത്. വിച്ച് ഹാഡ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ അണ്ടർ എ ചാർട്ടർ ഗ്രാൻഡഡ് ബൈ ക്വീൻ എലിസബത്ത്. ഇപ്പോൾ ക്വീൻ എലിസബത്ത് I ഗ്രാൻഡ് ചെയ്ത ചാർട്ടർ പ്രകാരം അല്ലെങ്കിൽ അഗ്രിമെന്റ് പ്രകാരം 1765 അഗ്രിമെന്റ് 1600s ടൈമിൽ അഗ്രിമെന്റ് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൃത്യമായിട്ട് ഇന്ത്യയിൽ ട്രേഡ് നടത്താനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എത്തിപ്പെടുന്നത്, എങ്ങനെയാണ് ആക്ട്സ് ഒക്കെ ഉണ്ടായത്, എന്തൊക്കെയാണ് IPC, എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിന്നും ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ LLBക്ക് എൻട്രൻസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആരായിരുന്നു ഫസ്റ്റ് ലോർഡ്, ആരായിരുന്നു, അല്ലെങ്കിൽ ഗവർണർ ഓഫ് ബംഗാളിന്റെ ഗവർണർ ആരായിരുന്നു, അങ്ങനെയുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഈ പറഞ്ഞു പോകുന്നതിനിടയ്ക്കുള്ള കാര്യങ്ങളിൽ ചോദിക്കാറുണ്ട്. അപ്പോ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് കച്ചവടത്തിനായിരുന്നു ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദ കമ്പനി വിച്ച് സ്റ്റിൽ ഹാഡ് പ്യൂർലി ട്രേഡിംഗ് ഫംഗ്ഷൻസ് ഒബ്റ്റെയിൻ ദ ദിവാൻ. അപ്പോൾ ട്രേഡിംഗ് ഫംഗ്ഷൻ മാത്രമുള്ള കമ്പനിക്ക് പിന്നീട് എന്ത് കിട്ടി? റവന്യൂവിലും അതുപോലെ തന്നെ സിവിൽ ജസ്റ്റിസിന്റെ കാര്യത്തിലൊക്കെ റൈറ്റ്സ് പതിയെ പതിയെ കിട്ടാൻ തുടങ്ങി. അതിനുശേഷം അത് ആദ്യം കിട്ടിയിരുന്നത് ബംഗാളിലായിരുന്നു, പിന്നീട് അത് ബീഹാറിലേക്ക്, പിന്നെ ഒറീസയിലേക്ക്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക്. ഇന്ത്യ എന്നുള്ള ഒരു ജിയോഗ്രഫിക്കൽ പാർട്ടൊന്നും ഇവോൾവ് ചെയ്തിട്ടില്ല, എന്നാൽ ഓരോരോ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്സ് ആയിരുന്നല്ലോ. അപ്പൊ അന്ന് ബംഗാളിൽ നിന്നും ബീഹാറിലേക്ക്, ഒറീസയിലേക്ക്, പിന്നീട് മദ്രാസിലേക്കൊക്കെ ആയിരുന്നു പിന്നീട് നീക്കം വന്നിരുന്നത്. അപ്പോ വളരെ എളുപ്പത്തോടു കൂടി മലയാളത്തിൽ ഇങ്ങനെ പറയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ 1857 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വാർ എന്നൊക്കെ അറിയപ്പെടുന്ന
റെബല്യൻ വാർ ഒക്കെ ഈ പട്ടാളക്കാരുടെ ഇടയ്ക്ക് തന്നെ സിപ്പോയ് മൂട്ടിനി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തായിരുന്നു ഇന്ത്യയിൽ ഒരു ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷേഴ്സ് വല്ലാതെ ഭരണം കീഴടക്കുന്നു, ഇന്ത്യയെ ആകെ കെട്ടിക്കുന്നുള്ള ഒരു അവയർനെസ് ആളുകളിലേക്ക് എത്തുന്നതും അതിനെതിരെ ഒരു പോരാട്ടം നടക്കുന്നതൊക്കെ. അപ്പോ അന്ന് ബ്രിട്ടീഷ് ക്രൗൺ അസ്യൂം ഡയറക്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഗവേണൻസ് ഓഫ് ഇന്ത്യ. അന്ന് സോറി ഷെറൂഫ് ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഒന്ന് മ്യൂട്ട് ചെയ്യാണ് ഷെറൂഫ്. ഓക്കെ. അപ്പോൾ ആ സമയത്താണ് ബ്രിട്ടീഷേഴ്സിന്റെ ഗവർണർമാർ ഇന്ത്യയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുന്നുള്ള രീതിയിൽ വരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് ഗവർണറെ വെച്ചിട്ട് റൂൾ ചെയ്യാന്നുള്ള രീതിയിൽ വരുന്നത് ഓരോ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്സിന്. അപ്പോൾ ദിസ് റൂൾ കണ്ടിന്യൂഡ് അൺടിൽ ഇന്ത്യ വാസ് ഗ്രാൻഡഡ് ഇൻഡിപെൻഡൻസ് ഓൺ ഓഗസ്റ്റ് 15, 1947. 1947 വരെ ആ ഒരു സമയത്തുള്ള ഓഗസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള സമയത്ത് വരെ പല ഗവർണേഴ്സിനെ വെച്ചിട്ടായിരുന്നു ഇന്ത്യയെ ഭരിച്ചിരുന്നത്. ഓക്കെ, ഓരോ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റിന് ഓരോ ഗവർണറൊക്കെ വെച്ചിട്ട് ആ രീതിയിലാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എന്താക്കുന്നത്, അതൊക്കെ ഫോളോ ചെയ്തിട്ടുകൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങൾക്ക് ഓരോ ഗവർണർ പദവികളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ബ്രിട്ടീഷേഴ്സ് ചെയ്തു കൊണ്ടുവന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പോ ഇനി നമ്മൾ ഇങ്ങനെ ഓരോ റെഗുലേറ്റിംഗ് ആക്ട്, ചാർട്ടർ ആക്ട് എന്നൊക്കെ കാണാം. ഇതൊക്കെ ബ്രിട്ടീഷേഴ്സ് ഉണ്ടായ സമയത്ത് ചെയ്ത് വെച്ചിട്ടുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള, വളരെ എളുപ്പത്തിൽ അറിഞ്ഞിരിക്കണം എന്നുള്ള, നിങ്ങൾക്ക് ഈ PDF നിങ്ങൾക്ക് വാട്സപ്പ് കൂടെ തരും. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് ഇരുന്ന് വായിക്കുക, കാരണം ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോ ഇതില് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ്, ഡെസിഗ്നേറ്റഡ് ദ ഗവർണർ ഓഫ് ബംഗാൾ. അപ്പൊ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള ആളെ എന്താക്കി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവിയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പൊ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള ആളെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവി ജസ്റ്റ് ജനറൽ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തു. ആൻഡ് ക്രിയേറ്റഡ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് 4 members ടു അസിസ്റ്റ്. 4 ആള് അദ്ദേഹത്തിന്റെ വർക്കുകൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ആളുകളെ കൂട്ടിച്ചേർത്തു. അങ്ങനെയുള്ള ഫസ്റ്റ് സച്ച് ഗവർണർ ജനറലിന്റെ പേരാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഹു വാസ് ദി ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ആ ക്വസ്റ്റ്യൻ വന്നിട്ട് ലോർഡ് വാരൻ ഹാസ്റ്റിംഗ്, ലോർഡ് കാനിങ്, അങ്ങനെ അല്ലെങ്കിൽ വേറെ 2-3 ഓപ്ഷൻസ് തന്നിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് നിങ്ങളെ ഒരു നോട്ടും പെന്നും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്തിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. കഴിയുന്നതും നിങ്ങളൊരു സ്റ്റഡി ടാബിൽ ഇരിക്കുക, എന്നിട്ട് അതിൽ പെന്ന് നോട്ടൊക്കെ വെച്ചിട്ട് ഇന്ന് സീരിയസ് ആയിട്ട് എടുക്കാം. ഫ്രീ ക്ലാസ് ആണ് നടക്കുന്നതെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം. എന്നിട്ട് വളരെ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അങ്ങനത്തെയുള്ള സച്ച് ഗവർണർ ജനറലിന്റെ പേര് ലോർഡ് വാരൻ ഹാസ്റ്റിംഗ്സ് എന്നാണ്. അപ്പോൾ ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. അപ്പോൾ നമുക്കറിയാം ബംഗാളിലാണല്ലോ, വെസ്റ്റ് ബംഗാളിലാണല്ലോ കൽക്കട്ട വരുന്നത്. അപ്പോൾ നമുക്ക് സുപ്രീം കോടതി ഫസ്റ്റ് എവിടെയായിരുന്നു, ഇന്ത്യയിൽ സുപ്രീം കോടതി ഫസ്റ്റ് എവിടെയായിരുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം കൽക്കട്ട എന്നാണ്. അപ്പൊ അത് ഒരിക്കലും തെറ്റിക്കരുത്. ചിലപ്പോൾ ചോദിച്ചേക്കാം, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീവിന്റെ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ 1774 ഈ കൽക്കട്ടയിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി വരുന്നത്. കോംപ്രൈസിംഗ് 1 ചീഫ് ജസ്റ്റിസ് ആൻഡ് 3, അന്ന് വെറും ഒരു ചീഫ് ജസ്റ്റിസും 3 വേറെ ജഡ്ജസും ഒക്കെ വെച്ചിട്ടായിരുന്നു അന്ന് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഒരു തുടക്കമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഏത് റെഗുലേറ്റിംഗ് ആക്ടിലാണെന്ന് ചോദിക്കാറില്ല. ജസ്റ്റ് ഇതിന്റെ അകത്ത് കീ വേർഡ്സ് ആയിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട ഗവർണർ ജനറൽ, വാരൻ ഹാസ്റ്റിംഗ്സ്, സുപ്രീം കോടതി അറ്റ് കൽക്കട്ട, ഈ 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഞാൻ അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യട്ടെ. ഓക്കെ, പിന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784, ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നുള്ള പേരിൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് നോക്കാം. ഇതിവിടെ പറഞ്ഞിട്ടുള്ളത് കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി. എന്തൊക്കെയാണ് ട്രേഡ്, കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നടത്താൻ പറ്റുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള, ഇപ്പൊ സിവിൽ ജസ്റ്റിസിന്റെ കാര്യത്തിലൊക്കെ എത്രത്തോളം അധികാരം ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് ഇന്ത്യയിലുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങൾ സംസാരിച്ചു. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇറ്റ് അലൗഡ് ദി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ടു മാനേജ് ദി commercial affairs but created a new body called the Board of Control to manage the political affairs. Thus it established a system of double government. അപ്പൊ ഇങ്ങനെ ചോദിച്ചേക്കാം, ഡബിൾ ഗവൺമെന്റ് എന്നുള്ള സിസ്റ്റം എപ്പോഴാണ് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്? ഈ ഒരു ഓരോ പേജിലും ഞാൻ ജസ്റ്റ് ഒരു കീവേഡ് പറയും, ആ കീവേഡ് മാത്രം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്താൽ മതി. അതിലൊരു കീവേഡാണ് ഇത്. ഈ ഡബിൾ ഗവൺമെന്റ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? അപ്പൊ അത് നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാം. പിറ്റ്സ് ഇന്ത്യ ആക്ടിന് 1784 ഈ ഒരു ഡബിൾ ഗവൺമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്.
It empowered the Board of Control to supervise and direct all operations of the civil and military government or revenues of the British possessions in India. അപ്പൊ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇതില് ബോർഡ് ഓഫ് കൺട്രോൾ അങ്ങനെയുള്ളൊരു ബോർഡ് വരികയാണ്. ഇതിന്റെ മിലിറ്ററി ഗവൺമെന്റ്സും റവന്യൂസും കാര്യങ്ങളൊക്കെ അധികാരപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ള കാര്യം ഈ വിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഇതിന്റെ അകത്ത് നിങ്ങൾ അറിയേണ്ടത് ഡബിൾ ഗവൺമെന്റിന്റെ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. മെല്ലെ മെല്ലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരികയാണ്. എന്താണ് ഇന്ത്യൻ ഭരണഘടന, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമ്മൾ ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ടാവും ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ മൗലിക അവകാശങ്ങളാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഭരണഘടന എങ്ങനെയാണ് ഉണ്ടായത്, അത് എവിടെ നിന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് വന്ന, ആ ബുക്കിൽ എന്തൊക്കെയാണുള്ളത്. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വളരെ ചില ആളുകൾ വിചാരിക്കും ഇയാൾ എന്തായി പറയുന്നത്, കുറെ ബ്രിട്ടീഷേഴ്സിന്റെ ആക്ട്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം, ഭരണഘടനയിൽ വന്നിട്ടുള്ള ആക്ട്സും കാര്യങ്ങളൊക്കെ മുമ്പ് ഇങ്ങനെ ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടും അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെയാണ്. അതൊരു സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പല രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപടി കോപ്പി അടിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഇന്ത്യയിൽ ആഡ് ഓൺ ചെയ്ത് പുതുതായിട്ട് എഴുതിയ കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഒരു ദിവസം ഇരുന്ന് ഉണ്ടാക്കിയ സാധനമല്ല, വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ലോകം ഫോളോ ചെയ്ത് കൊണ്ടുവന്ന നിയമങ്ങളും കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു വെച്ച ഒരു പുസ്തകം മാത്രമാണ്. നമ്മള് ഈ ആർട്ടിക്കിൾ, സെക്ഷൻ എന്നൊക്കെ കേൾക്കാറില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സെക്ഷൻ എന്ന് പറയുന്നത് വെറും കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണെന്നുള്ളത്. സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ എന്ന് പറയും, അതേ സ്ഥാനത്ത് IPC സെക്ഷൻ വേറെതാണ്, IPC സെക്ഷൻ 2 വേറെതായിരിക്കും, ഫാമിലിയിലെ സെക്ഷൻ 2 വേറെതായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സെക്ഷൻസ് പറയും. അതുകൊണ്ട് തന്നെ ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നമുക്കുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, തുടക്കത്തിൽ 395 ആർട്ടിക്കിൾസും 8 സ്കെഡ്യൂൾസും അതുപോലെ തന്നെ 22 പാർട്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 സ്കെഡ്യൂൾസ്, പിന്നീട് 4 കൂട്ടിച്ചേർത്തത്, 12 സ്കെഡ്യൂൾസ്, 25 പാർട്സ്, അതുപോലെ തന്നെ 448ഓളം ആർട്ടിക്കിൾസ്, 395 ശേഷം പിന്നീട് അമെന്റ്മെന്റ് ചെയ്ത് വന്നതാണ്. അപ്പോ ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടാവുക, ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ അത് എങ്ങനെയാണ് ഒന്ന് മ്യൂട്ട് ചെയ്യണം മറ്റുള്ള. ഓക്കെ, താങ്ക് യു. അപ്പോ അതെങ്ങനെയാണ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിലിപ്പോ ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്തൊക്കെയാ പറഞ്ഞെന്ന് നോക്കാം. ഇത് അന്ന് ചെയ്ത കാര്യങ്ങളാണ്. പിന്നീട് ഇന്ത്യക്ക് വേണമെന്ന് തോന്നിയ കാര്യങ്ങൾ എടുത്തു, അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളഞ്ഞു. അപ്പോ ഇതിൽ നിന്നൊക്കെ ഇവോൾവ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്താണ്. ഇറ്റ് മേഡ് ദി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആസ് ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അത് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു? ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. അപ്പൊ ആ പോസ്റ്റിന്, അതേ സെയിം പോസ്റ്റിനെ തന്നെ എന്ത് മാറ്റി നാമനിർദ്ദേശം ചെയ്തു, നാമം ചെയ്തു. എന്താ നാമം ചെയ്തത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളതിലേക്ക് മാറ്റി. ആൻഡ് വെസ്റ്റഡ് ഇൻ ഹിം ഓൾ സിവിൽ ആൻഡ് മിലിറ്ററി പവേഴ്സ്. എന്ന് വെച്ചാൽ അന്ന് പട്ടാളക്കാർക്ക് ആദ്യം കച്ചവടത്തിന് മാത്രം അധികാരം ഉണ്ടായിരുന്നല്ലോ. പിന്നീട് അവരെന്ത് ചെയ്തു? അവരുടെ പട്ടാള ക്യാമ്പുകൾ വെക്കുകയും പിന്നീട് ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് എന്ത് കൊടുക്കുകയാണ്? സിവിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ, സിവിൽ വെച്ചാൽ മനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ അടുത്തുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാൻ, അതുപോലെ തന്നെ മിലിറ്ററി പവേഴ്സ്, മിലിറ്ററിയുടെ കാര്യങ്ങൾ നോക്കാനുള്ള പവർ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കിട്ടി. അങ്ങനെയുള്ള ലോർഡ് വില്യം ബെന്റിക് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പല സ്ഥലത്തും ഉപകാരപ്പെടും. ഈ ലോ ആൻഡ് എൻട്രൻസിൽ മാത്രമല്ല, ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ലോർഡ് വില്യം ബെന്റിക് വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു എന്ന് വെച്ചാൽ ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ്. അപ്പൊ ഈ 4 പേരുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ലോർഡ് വില്യം ബെന്റിക് വേറെതാണ്, വാരൻ ഹാസ്റ്റിങ്സ് ഗവർണർ ജനറൽ ആയിരുന്നു. പിന്നീട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് ഫസ്റ്റ് ആയിട്ട് വരുന്ന ആള് ലോർഡ് വില്യം ബെന്റിക് ആണ്. അപ്പൊ ഇതാണ് ഇതിലെ കീവേഡ്, ഫസ്റ്റിലത്തെ ഈ ലോർഡ് വില്യം ബെന്റിക് എന്നുള്ളത്. അത് നോട്ട് ഡൗൺ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് എൻഡഡ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്ഷ്യൽ ബോഡി. അപ്പൊ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ആര് എന്ന് ചോദിച്ചാൽ എന്ത് ആൻസർ ചെയ്യണം? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ്, സോറി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കും, ബംഗാൾ ആണോ അല്ലെങ്കിൽ ഇന്ത്യ ആണോ എന്നുള്ള സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. വെറും ഗവർണർ ജനറൽ എന്നുള്ളത് മാത്രമായിട്ട് ചോദിക്കില്ല. ഓക്കെ, അപ്പോ ഇനി അടുത്തതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് എൻഡഡ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്ഷ്യൽ ബോഡി
which became a purely administrative body. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കൊമേഴ്ഷ്യൽ ബോഡി പിന്നീട് എന്താകാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ കാണുകയാണ് 1833 ഒക്കെ ആകുമ്പോൾ. പിന്നെ 1833 അറ്റംപ്റ്റിൽ ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സെലക്ഷൻ ഓഫ് സിവിൽ സർവൻസ്. ഇപ്പോൾ ഇന്ത്യയിൽ കൃത്യമായിട്ട് ആളുകളുടെ ശബ്ദങ്ങൾ ഉയർന്നു കാണുന്നു. കാരണം പുറത്തുള്ള ആളുകൾ വന്നിട്ട് നമ്മളെ ഭരിക്കുകയാണ്, ഒരു കോളനി റൂൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പൊളിറ്റിക്കലി പ്രഷർ ഉള്ളത് കൊണ്ടായിരിക്കണം അന്ന് എന്ത് ചെയ്തു, സിവിൽ സർവീസിലേക്ക് എന്ന് വെച്ചാൽ സിവിൽ സർവീസ് നമുക്കറിയാലോ, IAS IPS ആ കാര്യങ്ങളിലേക്കൊക്കെ എന്തിനാ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളിലേക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, മത്സരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കും വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ കൊണ്ടുവരികയാണ്. And stated that Indians should not be debarred from holding any place, office and employment under the company. ഇപ്പൊ കമ്പനിയുടെ അണ്ടറിലുള്ള റൂളില് ഇന്ത്യൻസിലും അതിൽ പങ്കാളികളാവാൻ പറ്റും എന്നുള്ള ഒരു റൂള് ചാർട്ടർ ആക്ട് ഓഫ് 1833 കൊണ്ടുവരുന്നത്. ഈ 1853 എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് ഇരിക്കുക. ഇതില് ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം വായിച്ചത് പോയാൽ മതി. കാരണം MCQ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം വായിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓർത്തു വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോ ചാർട്ടർ ആക്ട് ഓഫ് 1853 പറയാണ്, ദിസ് വാസ് ദി ലാസ്റ്റ് ഓഫ് ദ സീരീസ് ഓഫ് ചാർട്ടർ ആക്ട്സ്. ചാർട്ടർ ആക്ട്സിന്റെ ലാസ്റ്റ് സീരീസ് ആയിരുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണല്ലോ ഈ ചാർട്ടർ ആക്ട്സ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് സെപ്പറേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഓഫ് ദി ഗവർണർ. അപ്പോ ഗവർണറുടെ ലെജിസ്ലേറ്റീവും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് പറയാൻ നമുക്ക് നിയമനിർമ്മാണം ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷന്റെ കൈകാര്യങ്ങൾ. ഞാൻ നിങ്ങളുടെ ഒരു അവയർനെസ്സിലേക്ക് ഒരു കാര്യം പറയാം. ഇന്ത്യയില് 3 തരം പവർ 3 തരമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. 1 ലെജിസ്ലേച്ചർ, 2 എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യറി. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റിലത്തെ ലെജിസ്ലേച്ചേഴ്സ് ആണ് എന്താക്കുന്നത്, MLAs MPs ആയിട്ടുള്ള ആളുകളാണ് ഓരോ സംസ്ഥാനത്തിനും രാജ്യത്തിനും എന്താക്കുന്നത്, നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റിൽ അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും. ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരാണ്, പ്രസിഡന്റിന്റെ അണ്ടറിലേക്ക് വരുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് IAS മുതൽ IPS മുതൽ എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസും വരുന്നത് എക്സിക്യൂട്ടീവിലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്കാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ജുഡീഷ്യറി എന്ന് പറയുന്നത് നമുക്കൊക്കെ ഡ്രീം ചെയ്യുന്ന ലോയേഴ്സ്. അപ്പോ ഈ എക്സിക്യൂട്ടീവിന്റെ കാര്യങ്ങളൊക്കെ ചലഞ്ച് ചെയ്യാനും ഗവൺമെന്റ് ഡിസിഷൻസ് ചലഞ്ച് ചെയ്യാനും ഗവൺമെന്റ് നിർമ്മിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ നിയമങ്ങൾ ചലഞ്ച് ചെയ്യാനും നമുക്ക് ജസ്റ്റിസ് കിട്ടാനും ഗവൺമെന്റിനെതിരെ ഇപ്പോൾ സ്റ്റേറ്റിനെതിരെ കേസ് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് ജുഡീഷ്യറി. അപ്പോൾ ഈ 3 പവേഴ്സ് ആണ് നമ്മളെ ഇന്ത്യയിൽ സെപ്പറേറ്റ് ആയിട്ട്. അതിൻ്റെതായ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഒന്നൊന്നിനെ ഓവർകം ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലും വി ഹാവ് എ സെപ്പറേറ്റ് 3 പില്ലേഴ്സ് അല്ലെങ്കിൽ 4 പില്ലേഴ്സ് എന്നാണ് പറയുക. 4ാമതായിട്ട് മീഡിയ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എനിവേ 3 എണ്ണാണ് നമുക്ക് മെയിൻലി പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഗവർണറുടെ അടുത്ത് നിന്നും ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്യുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ആ ഗവർണേഴ്സ് കൗൺസിലാണ്. അപ്പൊ ഇറ്റ് പ്രൊവൈഡ് ഫോർ അഡീഷൻ ഓഫ് 6 ന്യൂ മെമ്പേഴ്സ് കോൾഡ്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഇനി അടുത്ത സെന്റൻസിലേക്ക് പോവാം. ഇവിടെ എത്ര മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് ആയിട്ട് ഗവർണറുടെ ലെജിസ്ലേറ്റീവും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ഇതാണ് ഈ ഒരു സെന്റൻസിലുള്ള കീവേഡ്. അടുത്ത സെന്റൻസിൽ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 1833 അങ്ങനെ ഒരു മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും 1853 എന്ത് ചെയ്യുന്നത്, ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്കും എക്സാം എഴുതിയിട്ട് സിവിൽ സർവൻസ് ആവാന്നുള്ള കാര്യം കൊണ്ടുവരുന്നത്. ദ കോർഡിനേറ്റഡ് സിവിൽ സർവീസ് വാസ് ദസ് ത്രോൺ ഓപ്പൺ ടു ദ ഇന്ത്യൻസ് ഓൾസോ. അന്നാണ് എന്ത് ചെയ്യുന്നത്, വലിയ അധികാരമുള്ള ഒരു ജോലിയാണ് സിവിൽ സർവന്റ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം. അത് 1853 ആദ്യമായിട്ട് ഇന്ത്യൻസിനും ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ മത്സരിക്കാൻ പറ്റുക എന്നുള്ളത് പറയുന്നത്. Accordingly, the Macaulay Committee, the Committee of the Indian Civil Service, was appointed in 1854. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് ഫസ്റ്റ് കമ്മിറ്റി, സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മെക്കോളി കമ്മിറ്റി എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ ഇത് 2ാമത്തെ കീവേഡ് ആണ്. ഇതില് മെക്കോളി കമ്മിറ്റി എന്താണ്, അത് അപ്പോയിന്റ്മെന്റ് ചെയ്ത് എന്ത് പർപ്പസിനാണ് എന്നുള്ളത്, സിവിൽ സർവീസ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ഇയറുകളൊന്നും ചോദിക്കൂലല്ലോ? ഇല്ലല്ലേ, ഇയറുകളൊന്നും ചോദിക്കില്ല. ഞാൻ പറയുന്ന കീവേഡ്സ് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. ഗവർണർ ജനറൽ കൗൺസിൽ എന്താണ്, അതുപോലെ തന്നെ മെക്കോളി കമ്മിറ്റി എന്തിന് ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ളതൊക്കെ. പിന്നെ വാസ് അപ്പോയിന്റഡ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ വെറും ഇയേഴ്സ് 1853, 54, 56 എന്നൊക്കെ എഴുതിയിട്ട് ഓപ്ഷൻസ് ഇരുന്നതൊക്കെ വളരെ ചുരുക്കമാണ് ഇപ്പോൾ.
വളരെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ, നമ്മൾ ഇന്നലെ നിങ്ങൾക്ക് എടുത്തിരുന്ന സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള ഐഡിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ഐഡിയ അനുസരിച്ചിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്ത ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 ഇത് ഈ 1858 എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണ്ട. ഇവിടെ എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഇറ്റ് പ്രൊവൈഡ് ഇന്ത്യ ഹെൻസ്ഫോർത്ത് വാസ് ടു ബി ഗവേൺഡ് ബൈ ആൻഡ് ഇൻ ദ നെയിം ഓഫ് ഹെർ മജസ്റ്റി. അപ്പൊ ആ ഹെർ മജസ്റ്റി എന്നുള്ള പേര് എപ്പോഴാണ് ഗവേൺ ബൈ ഹെർ മജസ്റ്റി എന്നുള്ള ഒരു സ്ഥാനപ്പേര് വന്നിട്ടുള്ളത്? അതൊന്നും ചോദിക്കാറില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. ഇറ്റ് ചേഞ്ച് ഡെസിഗ്നേഷൻ ഓഫ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളത് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നുള്ളതിലേക്ക് മാറി. ഓക്കെ, അപ്പോ ആദ്യത്തെ വൈസ്രോയ് ഓഫ് ഇന്ത്യ ആരാണ്? ഇതിപ്പോ DU and LLB ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിലും ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ലോർഡ് കാനിങ് ആണ് ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ +2 നമ്മൾ പഠിക്കുന്നതാണ്. +2 എല്ലാം തോന്നുന്നു, അതിന് മുമ്പ് തന്നെ 10ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ആദ്യത്തെ വൈസ്രോയ് ആരാണ്? ലോർഡ് കാനിങ്. ദ ബിക്കം ദ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. It ended the system of double government by abolishing the board of control and court of directors. അപ്പോ ഈ ഡബിൾ ഗവൺമെന്റ് എന്നുള്ള കാര്യം, ഇറ്റ് ended the system of double government by abolishing the board of control and court of directors. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ഓഫീസ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വെസ്റ്റഡ് വിത്ത്. അതും എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. 6th point ആയിട്ട് പറയുന്നത് established a 15-member Council of India to assist the Secretary of the State for India. The council was an advisory body. The Secretary of State was made the chairman of the council. അപ്പോ അതും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഇതിന്റെ അകത്ത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ലോർഡ് കാനിങ് ആണ് ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നുള്ളത് കാര്യങ്ങളാണ്. അപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാണ്, നിങ്ങളുടെ ഇന്ററാക്ഷൻ കുറവാണെന്ന് അറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചാറ്റിലായിട്ടും ചോദിക്കാവുന്നതാണ്. ഇനി എല്ലാവരും കാണുമെന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചാറ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലാസ് എടുക്കുന്ന ആൾക്ക് മാത്രം അയക്കാനുള്ള. അപ്പോ അടുത്തത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഇറ്റ് മെയ്ഡ് എ ബിഗിനിങ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ associating Indians with the law making process. അപ്പോ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 it made a beginning of representative institution by association with the law making. ജസ്റ്റ് അതൊന്നും ഇത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഞാൻ പറയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. It does provide that the Viceroy should be nominate some Indians as non-official members of his expanded council. In 1862, Lord Canning, the then new Viceroy, nominated 3 Indians to his legislative council: the Raja of Benares, the Maharaja of Patiala, and Sir Dinkar Rao. ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. It empowered the Viceroy to issue ordinance without the concurrence of the Legislative Council during an emergency. The life of such an ordinance was 6 months. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 ഈ എമർജൻസി ഒക്കെ പാസ്സാക്കാനുള്ള 6 മാസം വരെ പ്രസിഡന്റിന് ഇന്ത്യയിൽ എമർജൻസി പാസ്സാക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രൊസീജിയർ ഒക്കെ വരുന്നത് ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ഡ്യൂറിങ് ആൻ എമർജൻസി സമയത്ത് വൈസ്രോയ് ഓഫ് ഇന്ത്യക്ക് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാനുള്ള സമയമൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, എനിവേ അപ്പൊ പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യാത്ത സമയത്ത് വൈസ്രോയ്ക്ക് ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ഓർഡിനൻസ് എടുക്കാം ഓരോ വിഷയത്തിൽ. അതുപോലെയുള്ള ഒരു പവർ മുമ്പ് ഇവിടെയായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നീട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഇൻക്രീസ് ദി നമ്പർ ഓഫ് അഡീഷണൽ നോൺ ഒഫീഷ്യൽ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഇൻ ദി സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബട്ട് മെയിൻറ്റെയിൻ ദി ഒഫീഷ്യൽ മെജോറിറ്റി ഇൻ ദ. It increased the functions of legislative councils and gave them the power of discussing the budget and addressing questions to the executive. അപ്പോ ഇതിലാണ് നമ്മൾ ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് എക്സിക്യൂട്ടീവിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ കാണുന്ന വളരെ എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ മുമ്പേ ഈ ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്ന ടൈമിൽ ഉണ്ടാക്കി വെച്ച ഓരോ ആക്ടിലും പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അല്ലാതെ ഇതിൻ്റെ അകത്തൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. ഞാൻ കീവേഡ് എന്ന് പറഞ്ഞ് നോട്ട് ഡൗൺ ചെയ്യുന്നത് മാത്രമാണ് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക.
ഓക്കെ, ഇവിടെ ഒരു വാക്കുണ്ട്. ഈ നമ്മളിപ്പോ 1909 അപ്പോൾ 1940s ശേഷമാണല്ലോ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളൊക്കെ വളരെ ഡിസ്കഷനിൽ വരുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇവിടെ 1909 എന്താ സംഭവിക്കുന്നത്? ദ ആക്ട് ഈസ് ഓൾസോ നോൺ ആസ് മോർലി മിന്റോ റിഫോംസ്. അപ്പോൾ ലോർഡ് മോർലി വാസ് ദി then Secretary of State for India and Lord Minto was the then Viceroy of India. അപ്പോൾ ലോർഡ് മിന്റോ വൈസ്രോയ് ആയിട്ടുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ള റിഫോംസ് എന്തൊക്കെ മാറ്റങ്ങളാണ് അന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 1909. ഇറ്റ് കൺസിഡറബിളി ഇൻക്രീസ് ദ സൈസ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലീസും ലെജിസ്ലേറ്റീവ് കൗൺസിൽസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ അറിയണം. നമ്മൾ രാജ്യസഭ, ലോക്സഭ ഒക്കെ ഉണ്ട്. നമുക്ക് ലോക്സഭ എന്താണ്? ജനങ്ങൾ ഡയറക്റ്റ് ഇലക്ടഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആണ് ലോക്സഭയിൽ ഇരിക്കുന്നത്. അതേസ്ഥാനത്ത് രാജ്യസഭയിൽ എന്താണ്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എലക്ട് ചെയ്തിട്ടുള്ളതാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ള പേരിൽ രാജ്യസഭയുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 7ഓളം സംസ്ഥാനങ്ങളിൽ നമ്മൾക്ക് കേരളത്തിലാകെ MLA മാര് മാത്രമുള്ള ഒരു അസംബ്ലിയാണ് ഉള്ളത്. അതേ സ്ഥാനത്ത് കർണാടകയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലും പിന്നെ 7 സ്ഥലങ്ങളിൽ അങ്ങനെ മൊത്തം മധ്യപ്രദേശ്, ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. 7 സ്ഥലങ്ങളിൽ അങ്ങനെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിട്ട് 2 ഹൗസസ് ഉണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. അത് പറയുന്നത് വെച്ചാൽ നമ്മൾ MLA മാരെ എലക്ട് ചെയ്യുന്ന മാത്രമല്ലേ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ. അവിടെ ഈ നോമിനേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ലെജിസ്ലേറ്റീവ് രാജ്യസഭ പോലെയുള്ള വേറൊരു ഹൗസും കൂടി ഉണ്ടാവും, അതിലേക്കുള്ള വരുന്ന മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവന്നിട്ടുള്ളത് ഈ കൗൺസിൽ ആക്ട് ഓഫ് 1909 ബോത്ത് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ. അപ്പോൾ സെൻട്രലിലും പ്രൊവിൻഷ്യലിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് വരുന്ന കാര്യങ്ങൾ ചെയ്തു. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വർ റേസ്ഡ് ഫ്രം, അന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സിന്റെ നമ്പേഴ്സ് കൂട്ടി. ദ നമ്പർ ഓഫ് ദി പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വാസ് നോട്ട് യൂണിഫോം. വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ പ്രൊവിൻഷ്യലിന്റെ, ഓരോ സ്റ്റേറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ പ്രൊവിൻഷ്യൽ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് സ്റ്റേറ്റ് എന്നുള്ളതിലാക്കി ഇപ്പോ മോഡേണിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് റീറ്റെയിൻഡ് ഒഫീഷ്യൽ മെജോറിറ്റി ഇൻ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബട്ട് അലോട്ട് ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഹാവ് നോൺ ഒഫീഷ്യൽ. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ഇറ്റ് എൻലാർജ് ഡെലിബറേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അറ്റ് ബോത്ത് ദി ലെവൽസ്. ഫോർ എക്സാമ്പിൾ, മെമ്പേഴ്സ് വർ അലൗഡ് ടു ആസ്ക് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ്, മൂവ് റെസൊല്യൂഷൻസ് ഓൺ ദി ബഡ്ജറ്റ് ആൻഡ് സോ ഓൺ. അപ്പോ ഈ ലെജിസ്ലേറ്റീവിന്റെ കൗൺസിൽസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അവിടെ കുറച്ച് കൂടുതൽ ചോദ്യോത്തരങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോർലി മിന്റോ റിഫോംസിലൂടെയാണ് ഈ ബില്ലുകൾ അവതരിപ്പിച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുക, ഒരാൾ പ്രസന്റ് ചെയ്യുക, അതിനുള്ള ഡൗട്ട്സ് റേസ് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ ഉന്നയിക്കുക ഉള്ള കാര്യങ്ങളൊക്കെ ഈ റിഫോംസിലാണ് മേജറായിട്ട് കൊണ്ടുവരുന്നത്. നാലാമത്തെ പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് ദ ഫസ്റ്റ് ടൈം ഫോർ ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ് വിത്ത് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദി വൈസ്രോയ് ആൻഡ് ഗവർണേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സിവിൽ സർവീസിൽ ഇന്ത്യൻസിന് ആരുടെ കമ്മിറ്റിയിലാണ് അത് പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് പറയോ? ഓഡിയോ ഓൺ ആക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയോ ഏത് കമ്മിറ്റി ആയിരുന്നു? ഇതൊരു കമ്മിറ്റി ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, മെക്കോളി കമ്മിറ്റിയുടെ സമയത്ത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് വൈസ്രോയുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലൊക്കെ ഇന്ത്യൻസിന് റെപ്രസെന്റേഷൻ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നത് ഏതാണ്? മോർലി മിന്റോ റിഫോംസിലാണ്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സത്യേന്ദ്ര പ്രസാദ് സിൻഹയായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ ദ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഹി വാസ് അപ്പോയിന്റഡ് ആസ് ദ ലോ മെമ്പർ. നിയമ മെമ്പറായിട്ട് ആരെ? സത്യേന്ദ്ര പ്രസാദ് സിൻഹയെ ആദ്യമായിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിട്ട് ചേർത്തു. ഇതൊക്കെ പല സ്ഥലത്തും നിങ്ങൾക്ക് MCQ ഒക്കെ ആയിട്ട് വരും. അപ്പൊ നോട്ട് ഡൗൺ ചെയ്യുക. ഇതാണ് ഈ ഒരു സെന്റൻസിലെ ഈ ഒരു പാർട്ടിലെ മെയിൻ കീവേഡ്. ഇനി അഞ്ചാമത്തെ സെന്റൻസ് നോക്കൂ. ഇറ്റ് ഇൻട്രൊഡ്യൂസ് സിസ്റ്റം ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ for Muslims by accepting the concept of separate electorate. Under this, the Muslim members were to be elected only by Muslim voters. Thus, the act legalized communalism and Lord Minto to be known as the father of communal electorate. അപ്പോൾ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടോറേറ്റ് എന്ന് പറയുന്നത് ലോർഡ് മിന്റോ ആണ്. അന്നേ ബ്രിട്ടീഷേഴ്സിനുള്ള ഒരു സ്വഭാവമായിരുന്നു ഡിവൈഡ് ആൻഡ് റോൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിംസിന് മാത്രം വോട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് മാറിയിരുന്നു. അപ്പോ ഈ നമ്മളിപ്പോ ഈ SC/ST റിസർവേഷൻ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വേറെ മാറ്റർ ആണ്. ഇത് ആ മാറ്റർ അല്ല. കാരണം ഇത് മുസ്ലിംസിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് പെർട്ടിക്കുലർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില് പ്രശ്നങ്ങളില്ല. അതൊരു കമ്മ്യൂണലായിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഒരു കമ്മ്യൂണലായിട്ട് പീപ്പിളിന് അങ്ങനെ തന്നെ ഡിവൈഡ് റൂൾ ചെയ്താനുള്ള ഒരു മെത്തേഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണൽ ഇലക്ടോർ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്.
ഇനി അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. 1909 നമ്മൾ 1919 എത്താണ്. നമ്മുടെ ജാലിയൻ വാലാബാഗ് ഒക്കെ നടന്ന സമയം അല്ലേ? Okay. Appo Government of India Act of 1919 and the Government of India Act 1990 was enacted, which came into force in 1921. അപ്പോൾ 1921 അതിന്റെ മാറ്റങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ പേര് ഓൾസോ നോൺ ആസ് ഈ മോണ്ടുങ്ങി സെൽഫ് മോഡ് എന്നുള്ള ആ ഒരു പേര് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കാരണം ചിലപ്പോൾ ചോദിച്ചേക്കാം. മൊണ്ടാഗു റിഫോംസ് എന്നുള്ള ഒരു പേരിൽ വാസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആൻഡ് ലോർഡ് ഹെൽഫ്മോഡ് വാസ് ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ. അപ്പോൾ 1990 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടാകുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ കാണുമ്പോൾ ലോർഡ് ചെൽഫ്മോഡ് എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അവിടെ പറഞ്ഞ പേരുകൾ അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ സെൻട്രൽ കൺട്രോൾ ഓവർ ദ പ്രൊവിൻഷൻസ് ബൈ ഡിമാർക്കേറ്റിംഗ് ആൻഡ് സെപ്പറേറ്റിംഗ് ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ സെൻട്രലിന് വേറെ തന്നെ നിയമങ്ങൾ നിർമ്മിക്കുന്നു, സ്റ്റേറ്റിന് വേറെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് വേറെ നിയമങ്ങൾ നിർമ്മിക്കുന്നു, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്കെഡ്യൂൾസിൽ പറയുന്നുണ്ട് എന്ത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ 3 തരം ലിസ്റ്റുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാവുന്നതാണ്. അപ്പോൾ സ്കെഡ്യൂൾ 7-ലാണ് ഈ ഒരു കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 3 തരം ലിസ്റ്റുകൾ ഉണ്ട്. ലിസ്റ്റ് 1 ഈസ് സെൻട്രൽ ഗവൺമെന്റ് മാത്രം ഉണ്ടാക്കുന്ന നിയമങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം ഉണ്ടാക്കുന്ന, പക്ഷെ രണ്ടുപേരും കൂടിയിട്ട് പ്രാക്ടീസിൽ കൊണ്ടുവരേണ്ട നിയമങ്ങളാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. എനിവേ, നമുക്ക് മുമ്പോട്ട് പോവാം. ആ ഒരു കാര്യം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1990-ലാണ്. സെപ്പറേറ്റിംഗ് ഈ സെൻട്രലിനെയും പ്രൊവിൻഷ്യൽ സ്റ്റേറ്റിനെയും വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. The central and provincial legislature were authorized to make law on their respective list of subjects. വേറെ വേറെ സബ്ജക്ട്സ് കൊടുത്തിട്ട് ഇന്ന വിഷയങ്ങളിൽ ഇന്ന ആൾക്കാണ് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം എന്നും പറഞ്ഞിട്ട് ആഡ് ഓൺ ചെയ്യുന്ന ഒരു സന്ദർഭം. ഓക്കെ, എന്നിട്ട് ഇതിൽ പറയാണ് the structure of government continue to be centralized and unilateral. എന്നിരുന്നാൽ പോലും സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് തന്നെയാണ് ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ സെൻട്രലിന് കൂടുതൽ പവർ കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഫർദർ ഡിവൈഡ് ദ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് ഇൻ ടു 2 parts, ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർവ്ഡ്. The transferred subjects were to be administered by the governor with the aid of ministers responsible to the legislative council. അപ്പൊ ഒരു സ്റ്റേറ്റിൽ ഗവർണറിനെ വെച്ചിട്ട് അതിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് പറയുന്ന അഡ്വൈസിൽ കൃത്യമായിട്ട് ആക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇന്ത്യയിൽ നമുക്കറിയാം പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് ആക്ട് ചെയ്യുന്നത് അഡ്വൈസിലാണ്. ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസിലാണ്. പാർലമെന്റിലെ മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസിലാണ്. അപ്പോൾ റിസർവ്ഡ് സബ്ജക്ട് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റ് ബൈ ദ ഗവർണർ ആൻഡ് ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ വിത്തൗട്ട് ബീങ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പോൾ ഇതിൽ പറയുന്ന വെച്ചാൽ ഗവർണർ തന്നെ കൃത്യമായിട്ട് എക്സിക്യൂട്ടീവ്സിൽ തൂടെ, എന്ന് വെച്ചാൽ കേരളത്തിലൊക്കെ PSC ത്രൂ ഉള്ള റിക്രൂട്ട്മെന്റ്സ് ഒക്കെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ആ രീതിയിലാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിൽസിനെ വെച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഡുവൽ സ്കീം ഓഫ് ഗവേണൻസ് വാസ് നോൺ ആസ് ഡയർക്കി. അപ്പോൾ 2 തരത്തിലുള്ള ഗവേണൻസിന് പറയുന്ന പേരാണ് ഡയർക്കി എന്ന് പറയുന്നത്. A term derived from the Greek diarchy which means double rule. അപ്പൊ ജസ്റ്റ് ഈ ഒരു വാക്ക് ഡയർക്കി എന്നുള്ള മീനിങ് എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് ഇത് ജസ്റ്റ് അതിന്റെ അർത്ഥം ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഡബിൾ എന്നുള്ള വാക്ക് മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ ഡയർക്കി. D സ്റ്റാൻഡ്സ് ഫോർ ഡുവൽ സ്കീം ഓഫ് ഗവേണൻസ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഡബിൾ ഗവൺമെന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ പോലും ഈ എക്സ്പെരിമെന്റ് എന്തായിരുന്നു, ലാർജ്ലി അൺസക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഇതിൽ നിന്നും വേറെ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു നിയമങ്ങള്, നിർമ്മാണങ്ങൾ, അതുപോലെ തന്നെ എക്സിക്യൂഷൻ ഒക്കെ നടക്കുന്നത്. ഇനി സിമ്പിൾ ആയിട്ട് സൈമൺ കമ്മീഷൻ എന്നുള്ള പാർട്ടിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ 1927 നമുക്കറിയാം ഒരുപാട് ആ സമയത്തൊക്കെ ആയിരുന്നു ബോയ്ക്കോട്ടിംഗ് ഒക്കെ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ സൈമൺ കമ്മീഷന് ഭയങ്കരമായിട്ട് എതിർക്കപ്പെട്ടിരുന്നു. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് British government announced the appointment of a 7-member statutory commission under the chairmanship of Sir John Simon. അപ്പൊ ജോൺ സൈമൺ എന്നുള്ള സൈമൺ കമ്മീഷൻ എന്ന് പറയാതാണ് കാരണം ജോൺ സൈമൺ എന്നുള്ള ആളുടെ അണ്ടറിൽ 7 പേരെ എന്ത് ചെയ്തു, അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഇതിലെല്ലാ മെമ്പേഴ്സ് എന്തായിരുന്നു,
ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ആരും ഇല്ലാത്തത് കൊണ്ട് ഓൾ ദ പാർട്ടീസ് ബോയ്ക്കോട്ടഡ് ദ കമ്മീഷൻ. ഈ കമ്മീഷൻ എന്ത് ചെയ്തു? ഇന്ത്യയിൽ അന്ന് സ്വാതന്ത്ര്യ സമരത്തിനെല്ലാത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്ന് ബോയ്ക്കോട്ട് ചെയ്തു. ദ കമ്മീഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1930 ആൻഡ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദിസ് കമ്മിറ്റി വർ ഇൻകോർപ്പറേറ്റഡ് വിത്ത് സർട്ടൻ ചേഞ്ചസ് ഇൻ ദി നെക്സ്റ്റ് ഗവൺമെന്റ്. അന്ന് അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ ഈ കമ്മീഷനിൽ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് ആരും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും അതിനെതിരെ ബോയ്ക്കോട്ട് ചെയ്തു. പക്ഷെ പിന്നീട് അതിൻ്റെ അകത്ത് പറഞ്ഞ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ടായിരിക്കണം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്നുള്ള രീതിയിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നോക്കാം. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 കൊണ്ടുവന്ന മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു കംപ്ലീറ്റ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇന്ത്യയിൽ വരണം എന്നുള്ള ഒരു കാര്യം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ലെങ്തി ഡീറ്റെയിൽ ഡോക്യുമെന്റ് ഹാവിംഗ് 321. അന്ന് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമുക്ക് പറയാം ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഒരു ബുക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ ആയിരുന്നു, ഒരു ആക്ട് ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതിൽ 321 സെക്ഷൻസും 10 ഷെഡ്യൂൾസ് അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിരുന്നു. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ. അന്ന് നമുക്കറിയാലോ ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഹൈദരാബാദ് വേറെ ആള് രാജാക്കന്മാര്, ബംഗാളില് വേറെ ആളുകൾ, അങ്ങനെയൊക്കെ എല്ലാവരെയും പിടിച്ചടക്കി ഓരോ സ്ഥലങ്ങൾ പിടിച്ചടക്കിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ബ്രിട്ടീഷ് റൂൾസ് ഇന്ത്യ എന്നുള്ളൊരു മഹാഭൂപടം ഉണ്ടാക്കി വരുന്നത്. അപ്പോ അതിൽ തന്നെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷേഴ്സ് പോകുന്ന സമയത്ത് പോലും തിരുവിതാംകൂർ അതുപോലെ തന്നെ ഹൈദരാബാദിലെ ഒക്കെ കൃത്യമായിട്ട് പിടിച്ചു നിന്ന ഒരുപാട് പ്രൊവിൻഷ്യലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ലാസ്റ്റ് പിന്നീട് ഇന്ത്യയിലേക്ക് ലയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ ദ ആക്ട് ഡിവൈഡ് ദ പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻട്രൽ യൂണിറ്റ്സ്. അതുപോലെ തന്നെ ടേംസ് 3 ലിസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 3 ലിസ്റ്റുകളായിട്ട് തരംതിരിച്ചു. ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ലിസ്റ്റ് നമുക്ക് കണക്കാക്കാം. 59 ഐറ്റംസ്, 59 ഐറ്റംസ്. ഈ 59 ഐറ്റംസും തീരുമാനിക്കുന്നത് ആരാണ്? ഫെഡറൽ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ 54 ഇതിൽ പറഞ്ഞിരിക്കുന്ന 54 കാര്യങ്ങളുടെയും നിയമനിർമ്മാണങ്ങൾ സ്റ്റേറ്റിനാണ് തീരുമാനിക്കുന്നത്. പിന്നുള്ളത് കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ രണ്ടിനും കൂടിയിട്ട് രണ്ടാളുകളുടെ ഡിസ്കഷനിലൊക്കെ വെച്ചിട്ട് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് ഉണ്ടാക്കാം നിയമം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ടാക്കാം നിയമം. ഒരു ഉദാഹരണത്തിന് എഡ്യൂക്കേഷനൊക്കെ അതിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ റൂള് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിലുണ്ട്. അത് എന്നിരുന്നാൽ പോലും റെസിഡ്യൂറി പവേഴ്സ് വർ ഗിവൺ ടു ദ വൈസ്രോയ് എന്ന് വെച്ചാൽ മേജർ പവേഴ്സ് വൈസ്രോയ്ക്ക് കൊടുത്തു. ഹൗവർ ദ ഫെഡറേഷൻ നെവർ കെയിം ഇൻ ടു ബീങ് ആസ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് ജോയിൻ ഇറ്റ്. കാരണം ഈ ഒരു കുറെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ ഇന്ത്യയിൽ, എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ട് ഒന്നിച്ച് ജോയിൻ ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം നിലവിൽ വരൂ. പക്ഷെ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടില്ല. ചെറുത്ത് നിന്ന ആളുകളുണ്ട്, വിട്ടു നിന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രോങ് ഫെഡറേഷൻ വേണ്ടി ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് ഫോർ ദ അഡോപ്ഷൻ ഓഫ് ഡയർക്കി അറ്റ് സെന്റർ. അപ്പോൾ ഡുവൽ ഗവർണൻസ് സെന്ററിൽ വരണം എന്ന് വെച്ചാൽ ഈ രാജ്യസഭ ലോക്സഭ ഒക്കെ രണ്ട് തരത്തിലുള്ള ഡുവൽ ഗവർണൻസ് നടക്കണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചു. കോൺസിക്വന്റ്ലി ദ സെവറൽ സബ്ജക്ട്സ് വർ ഡിവൈഡ് ഇൻടു റിസർവ്ഡ് സബ്ജക്ട് ആൻഡ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്. ഹൗവർ ദിസ് പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ഡിഡ് നോട്ട് കം ഇൻടു ഓപ്പറേഷൻ അറ്റ് ഓൾ. ഈ കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബൈക്യാമറലിസം ഇൻ 6 out of 11 പ്രൊവിൻസസ്. അപ്പോ ബൈക്യാമറലിസം എന്നുള്ള നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഡുവൽ ഗവർണൻസിന്റെ കാര്യങ്ങൾ പറയാണ്. അപ്പോ 2 തരത്തിലുള്ള നിയമനിർമ്മാണ സഭകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ബൈക്യാമറലിസം എന്ന് പറയുന്നത്. ഇൻ 6 out of 11 പ്രൊവിൻസസ് ഉള്ളതിൽ 6ലും ഈ ഒരു ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. Thus, the legislatures of Bengal, Bombay, Madras, Bihar, Assam and the United Provinces were made bicameral consisting of a legislative council. അപ്പോൾ ഒരു അപ്പർ ഹൗസ്, ഞാൻ പറഞ്ഞല്ലോ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ കർണാടകയിലും ബീഹാറിലും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു 2 അപ്പർ ഹൗസ്. കേരളത്തിൽ ഇല്ലാത്തതുപോലെ, കേരളത്തിൽ ഇല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു അപ്പർ ഹൗസ് എന്നുള്ള പേരിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലോവർ ഹൗസ്. ഹൗവർ മെനി റെസ്ട്രിക്ഷൻസ് വർ പ്ലേസ്ഡ് ഓൺ ദം. ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഇന്ന കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ടായിരുന്നു അവർ ഈ ഒരു ആക്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എനിവേ 4ാമത്തെ പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ ദി കറൻസി ആൻഡ് ക്രെഡിറ്റ് ഓഫ് ദി കൺട്രി. അപ്പോ കഴിഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആരാണ് ഇന്ത്യയുടെ മോണിറ്ററി കറൻസി കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതിന്റെ പോളിസീസ് ആരാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഉത്തരണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് ഈ ഒരു കാര്യത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു കാര്യം പോവാണ്. അതിൽ ത്രൂ ആണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇറ്റ് പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ഫെഡറൽ കോർട്ട്.
അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ സുപ്രീം കോടതി എന്നുള്ള രീതിയിൽ കൽക്കട്ടയിൽ അന്നേ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു ഒഫീഷ്യലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് മൊത്തമായിട്ട് ഒരു ഫെഡറൽ ഗവൺമെന്റ്, ഏറ്റവും ടോപ്പ് കോർട്ട്, ഗവൺമെന്റിലെ കോർട്ട്, ഫെഡറൽ കോർട്ട് വേണം. അത് അങ്ങനെ 1937 ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഒരാളെ റേസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിവേ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോ ഫെഡറൽ കോർട്ട് സെറ്റപ്പ് ചെയ്തത് 1937 ഫസ്റ്റ് ആയിട്ട്. ഫെഡറൽ കോർട്ട് എന്ന് വെച്ചാൽ അപെക്സ് കോർട്ട് എന്ന് വെച്ചാൽ സുപ്രീം കോടതി. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇതിലിപ്പോ ഇതുവരെ പറഞ്ഞ കാര്യത്തില് എന്താണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്നുള്ളത് വെച്ചാൽ നമ്മൾ ആരെയും കാണുന്നില്ല. മീറ്റിംഗിൽ ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, നമ്മൾ ആൻസർ ചെയ്യാൻ റെഡിയാണ്. സാർ, ഈ ഫെഡറൽ കോർട്ട് എവിടെയാണുള്ളത്? കൽക്കട്ടയിലാണോ? പിന്നീട് കൽക്കട്ടയിലേക്ക് മൂവ് ഓൺ ചെയ്യാനുണ്ടായത്. സോറി ഡൽഹിയിലേക്ക് മൂവ് ഓൺ ചെയ്യാനുണ്ടായത്. അപെക്സ് കോർട്ട് എന്താണ് സുപ്രീം കോടതി പറയുന്നത്? അപെക്സ് കോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും മേജർ കോർട്ട്, അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഏറ്റവും ടോപ്പ് കോർട്ട് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് അപെക്സ് കോർട്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ഏത് വർഷമായിരുന്നു സുപ്രീം കോർട്ട്? സുപ്രീം കോടതി ഏത് വർഷമാണ് മൂവ് ഓൺ ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും നോക്കിയിട്ട് പറഞ്ഞു. അതൊന്നും അങ്ങനെ ഏത് വർഷമാണ് മൂവ് ഓൺ ചെയ്തതെന്നൊന്നും വർഷങ്ങളെ സ്പെസിഫൈ ചെയ്തിട്ടൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. എവിടെയായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് സുപ്രീം കോടതി വരുന്നത് കൽക്കട്ടയിലാണ്, പിന്നീട് അത് ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഏത് വർഷമാണെന്നുള്ളത് ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫാക്ട് ടു ഫാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാം. ഓക്കെ സാറേ, ഇത് മലയാളത്തിലൊക്കെ വായിക്കാൻ പറ്റിയ അതോ കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ ഏതൊക്കെ? ഇത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ തരും. അപ്പോൾ ഈ മെറ്റീരിയൽ തരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മലയാളത്തിലാണല്ലോ ഇപ്പൊ പറയുന്നത്. അത് നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ യൂട്യൂബിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് വ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ വായിച്ചാൽ മതി. അല്ലാതെ മലയാളത്തിലെ പുസ്തകങ്ങൾ എന്റെ അറിവിലില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, അറിയില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സിംഗാൾ ഡൽഹി യൂണിവേഴ്സിറ്റി LLB എൻട്രൻസ് എക്സാം എന്നുള്ള ഒരു ബുക്ക് ഉണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്. അത് വാങ്ങാവുന്നതാണ്. നല്ല ബുക്കാണ്. സർ, ക്ലീക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏതാണ് ഏറ്റവും നല്ലത് ബുക്ക് എന്ന് ചോദിച്ചാൽ 3 ഇയർ LLB ആണോ ചോദിച്ചത്? അത് ഞാൻ ഒന്ന് സജഷൻസ് പറയാം. കാരണം ഞാൻ ക്ലീ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അറ്റൻഡ് ചെയ്ത ആളുകളോട് ചോദിച്ചിട്ട് നമ്മളൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അറിയിക്കും. ഏറ്റവും നല്ല ബുക്ക് ഇതാണ്. 5 ഇയർ LLBക്ക് നിങ്ങൾക്ക് ടാലന്റിന്റെ ഒരു ബുക്ക് ഉണ്ട്. സിഗ്നൽ അല്ല, സിംഗാൾ. മറ്റേ 5 ഇയർ LLBക്കാർക്ക് ടാലന്റിന്റെ ഒരു ബുക്ക് ഉണ്ട്. ആമസോണിൽ ടാലന്റ് 5 ഇയർ LLB എന്നുള്ള ഒരു ബുക്ക് അടിച്ചു നോക്കി നിങ്ങൾക്ക് കാണാം. അത് കുസാറ്റിനും ക്ലീക്കും അതുപോലെ തന്നെ പുറത്തുള്ള എൻട്രൻസ് എക്സാംസിനും ക്ലാറ്റിനും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ, നമുക്ക് മൂവ് ഓൺ ചെയ്യല്ലോ. എന്നാലേ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, വേറെ യൂണിവേഴ്സലിന്റെ ഗൈഡ് ഉണ്ട്. യൂണിവേഴ്സൽ ഗൈഡ് അത്യാവശ്യം നല്ല ബുക്കാണ്. യൂണിവേഴ്സൽ ഗൈഡ് അതെല്ലാ എൻട്രൻസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്രിപ്സ് മിഷനിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്നുള്ള ആള് a member of the British cabinet in his declaration for the first time promised Indians to provide with them with liberty to from. അപ്പോൾ ആദ്യമായിട്ട് ആരാണ് ഇന്ത്യക്കാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്ന് പറയുന്നത് ക്രിപ്സ് മിഷനിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. 1942 ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനുള്ള ഒരു ബ്രിട്ടീഷേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോമിസ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷേഴ്സ് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളല്ല ഇനി ഇന്ത്യയിലുള്ളത്, ഇനി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം എന്ന് പറയുന്നത് 1942 സർ സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ പ്രോമിസിലൂടെയാണ്.
അപ്പൊ അതിനുശേഷമാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് ഇലക്ഷനൊക്കെ നടത്തിയിട്ട് മെമ്പേഴ്സിനെ എലക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് ആളുകൾ. ഓക്കെ, അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി അംബേദ്കറിന്റെയും കാര്യങ്ങളൊക്കെ ഇനിയാണ് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാരണം എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തെന്നുള്ള കാര്യത്തിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്താണ്? ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് ദ മിഷൻ വാസ് ടു ഹെൽപ്പ് ഇന്ത്യ ഇൻ അച്ചീവിങ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഓൾറെഡി 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു, ഇന്ത്യക്ക് ഇനി സ്വാതന്ത്ര്യം വേണം. അപ്പോ ഓൾറെഡി അതിന്റെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ അതിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നു. അപ്പോൾ ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്ത് പെട്ടെന്ന് ബ്രിട്ടീഷേഴ്സ് ഒക്കെ ഇട്ടുപോയാൽ ആര് ഭരിക്കും, എങ്ങനെ ക്യാബിനറ്റ് ഉണ്ടാവും, എങ്ങനെ, അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷേഴ്സ് മേൽക്കൈ എടുത്തുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ക്യാബിനറ്റ് മെമ്പേഴ്സ് അടങ്ങുന്ന ആളുകളെ നിയോഗിച്ചു. ലോർഡ് പെത്തിക്, ലോറൻസ്, അതുപോലെ തന്നെ സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, അതുപോലെ തന്നെ AB അലക്സാണ്ടർ. ഈ 3 പേരും കൂടെയാണ് ഇന്ത്യൻ ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ എന്തൊക്കെയായിരിക്കണം, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്, ജസ്റ്റ് ഒരു സജഷൻസ് ആയിട്ട് ഇവരെ വെച്ചു. അപ്പോ ഇനി അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. എന്തൊക്കെയാണ് 1947 ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതാ ബ്രിട്ടീഷേഴ്സിന്റെ റൂൾസ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, ഇറ്റ് ended the British rule in India and declared India as an independent and sovereign state from August 15, 1947. അപ്പൊ August 15, 1947 മുതൽ ഇനി ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റും സോവറിൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് റൂൾസ് ഉണ്ടാക്കാനും മറ്റുള്ള ആളുകൾ അതിൽ ഇടപെടാതിരിക്കാനുള്ള ഒരു സോവറിനിറ്റി, ഫ്രീഡം പവർ. ഓക്കെ, അപ്പൊ അതിനാണ് ഈ സോവറിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എനിവേ 1947 ശേഷം ഇന്ത്യക്ക് സ്വന്തമായിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. It provided for the partition of India and creation of 2 independent dominions of India and Pakistan with the right to secede from the British Commonwealth. അപ്പോ ഈ ബ്രിട്ടീഷിന്റെ റൂൾസ് നിന്നും മാറിയിട്ട് ഇന്ത്യയിൽ 2 രാജ്യങ്ങൾ ഉണ്ടാവാൻ പോവാണ്. ഇന്ത്യയിൽ നിന്നും പാർട്ടീഷൻ ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാവാൻ പോവാണ്, അതുപോലെ തന്നെ ഇന്ത്യ ഉണ്ടാവാൻ പോവാണ്. ഈ 2 സ്ഥലത്തേക്കും ഒരു ഗവർണർ ജനറൽസിനെ ഇവർ അപ്പോയിന്റ്മെന്റും ചെയ്യാണ്. ഇറ്റ് അബോളിഷ് ദ ഓഫീസ് ഓഫ് വൈസ്രോയി. വൈസ്രോയി എന്നുള്ള സമ്പ്രദായം അവിടെ നിർത്തപ്പെടുകയാണ്. ആൻഡ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് ഡൊമീനിയൻ എ ഗവർണർ ജനറൽ. ഒരു താൽക്കാലികമായിട്ട്, കാരണം കാര്യങ്ങളൊക്കെ ഓർഡറിലേക്ക് വരുന്ന സമയം വരെ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു, ഈ ഗവർണർ ജനറലിനെ, ഹു വാസ് അപ്പോയിന്റ് ബൈ ദ ബ്രിട്ടീഷ് കിങ് ഓഫ് ദി അഡ്വൈസ് ഓഫ് ദി ഡൊമീനിയൻ ക്യാബിനറ്റ്. His Majesty government in Britain was to have no responsibility with respect to the government of India or Pakistan. അതിനുശേഷം ഈ 1947 ശേഷം ഇനി ഇവിടെ ബ്രിട്ടീഷേഴ്സിന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഈ കാര്യത്തിനില്ല, അതുപോലെ തന്നെ ഉത്തരവാദിത്തം. ജസ്റ്റ് ഒരു ഗവർണർ ജനറലിലെ കാര്യങ്ങളൊക്കെ മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തതാണ്. ഓക്കെ, it empowered a constituent assemblies of the 2 dominions to frame and adopt any constitution for their respective nations and repeal any act of British Parliament, including the Independent Act itself. ഈ ഇൻഡിപെൻഡന്റ് ആക്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും റിപ്പീൽ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ പുതിയ നിയമങ്ങൾ എന്ത് തന്നെയായാലും ഈ രാജ്യത്തിന്റെ ആളുകളുടെ താല്പര്യപ്രകാരം ഉണ്ടാക്കാനുള്ള ഒരു അധികാരവും ഇന്ത്യൻസിന് കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, ഹു ഇസ് ദി ഗവർണർ അപ്പോയിന്റ് ബൈ ദ, ഇപ്പൊ പറയാം. In 1934, the idea of a constituent assembly for ഇനി ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യാം എല്ലാവരും. ഒന്ന് ഏതെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. കാരണം ഇനി അങ്ങോട്ട് പറയുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ഇനി 1934 കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ ആരും മീറ്റിംഗ് ലെഫ്റ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒരു 1 മിനിറ്റ്. طيب
എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചാറ്റ് ബോക്സിൽ കുറച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ടാലന്റ് ഒക്കെ വിച്ച് ആക്ട് ടോക്ക് അബൌട്ട് BAT എന്താ മനസ്സിലായില്ല. ഹു ഈസ് ദി ഗവർണർ ജനറൽ അപ്പോയിന്റഡ് ബൈ ദ ബ്രിട്ടീഷ്? ബ്രിട്ടീഷേഴ്സ് ആ സമയത്ത് അപ്പോയിന്റ്മെന്റ് ചെയ്തത് ലോർഡ് മൗണ്ട് ബാറ്റൺ എന്നാണ് എൻ്റെ അറിവ്. അതേ സ്ഥാനത്ത് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ആയിട്ട് C രാജഗോപാലാചാരി വരുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മളൊന്നും കൂടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളിലേക്ക് വൈ ഗാന്ധി ഒപ്പോസ്ഡ് ക്രിപ്സ് ഇതൊക്കെ നമ്മൾ ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. കാരണം അന്ന് നെഹ്റു എന്തുകൊണ്ട്, ചിഹ്ന എന്തുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വരും പിന്നീട്. അപ്പോൾ ക്രിപ്സ് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചു, ഇങ്ങനെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. നമ്മളൊരു ആ ഒരു ഡിബേറ്റിലേക്ക് പോകുന്നില്ല. ഓക്കെ, വാല്യൂ ആഡഡ് ടാക്സ് കാര്യങ്ങളൊക്കെ ഏത് ആക്ടിലാണെന്നുള്ളത് നോക്കേണ്ടി വരും, അറിയില്ല. അപ്പോ ജസ്റ്റ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹൈലൈറ്റ്സിലേക്ക് വരാം. നമ്മളൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താ പറയാ ഡിബേറ്റ്സ് അതുപോലെ അതിനുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ നിന്നാൽ ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ അതിനുള്ള ഇലക്ടോറൽ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ, എന്തിനാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്, അതൊക്കെ വളരെ ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. അപ്പൊ എനിവേ അതിലേക്ക് മൂവ് ഓൺ ചെയ്യാതെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഫാക്ട് ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് പോവാം. ഓക്കെ, is it customer responsibility to make sure tax bill is provided? അതൊക്കെ എന്താ പറയാ, ലോന്റെ അപ്ലിക്കബിലിറ്റി ഇല്ലേ, ഇൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാം, ടാക്സിന്റെ കാര്യത്തില് ഏതൊരു ഷോപ്പുള്ള ആളുകളും ടാക്സിന്റെ ബില്ലുകൾ കൊടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അവർ കൊടുക്കാത്ത ആളുകൾക്കെതിരെ കംപ്ലൈന്റ് ഒക്കെ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിവേ അത് കസ്റ്റമേഴ്സിന്റെ മാത്രമല്ല, അത് എക്സിക്യൂട്ടീവ് പവറിലുള്ള ആളുകളുടെയും കഴിവാണ്. സോറി, അവരും ചെയ്യേണ്ട കാര്യമാണ്. എനിവേ നമുക്ക് ഈ എൻട്രൻസിന്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. ലോയുടെ സംശയങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് ഒക്കെ ചോദിക്കാൻ ഒന്ന് മ്യൂട്ട് ചെയ്യണേ ഫൈസ്. ഓക്കെ, എനിവേ ഇനി ഇമ്പോർട്ടന്റ് ടോപ്പിക്സിലേക്ക് മൂവ് ഓൺ ചെയ്യാം. എന്തൊക്കെയാ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് റിമെമ്പർ ചെയ്യേണ്ടതെന്നുള്ളത്. 1934 the idea of Constituent Assembly for India was put forward the first time in M.N. Roy ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇന്ത്യൻസിനെ തന്നെ എലക്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്നുള്ളത്. അപ്പോൾ അത് M.N. റോയ് ആണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നാലാളുകളുടെ പേര് തരും. അതിൽ ഉത്തരം M.N. റോയ് എന്നുള്ള പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം ഒഫീഷ്യലി ഡിമാൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഫ്രെയിം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് M.N. റോയ് പറഞ്ഞ കാര്യം ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1935. M.N. റോയ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു, 1935 ഈ ഒരു പ്രപ്പോസൽ ഒഫീഷ്യലി മുമ്പോട്ട് വെച്ചു. 1938 ജവഹർലാൽ നെഹ്റു ഓൺ ബിഹാഫ് ഓഫ് ദി അലയൻസ് ഡിക്ലെയർഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ മസ്റ്റ് ബി ഫ്രെയിംഡ് വിത്തൗട്ട് ഔട്ട്സൈഡ് ഇന്റർഫറൻസ് ബൈ എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആൻഡ് ഇലക്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉള്ള മെമ്പേഴ്സിന്റെ കാര്യത്തിൽ ഒരു ബ്രിട്ടീഷേഴ്സ് ഉണ്ടാവരുത്, എല്ലാവരും ഇന്ത്യക്കാരായിരിക്കണം. അത് തന്നെ ഇന്ത്യക്കാർ അഡൽട്ട് ഫ്രാഞ്ചൈസ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ അന്ന് 21 വയസ്സാണെന്നാണ് എന്റെ ഓർമ്മ, പിന്നീടാണ് 18 മാറ്റുന്നത്. 21 വയസ്സിന്റെ മുകളിൽ ആളുകൾക്ക് വോട്ട് ചെയ്തിട്ട് ആളുകളെ എലക്ട് ചെയ്യാം. എന്നിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രിട്ടീഷ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാം. The demand was finally accepted in principle by the British government. It's what is known as the August Offer. ഓഗസ്റ്റ് ഓഫർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് ഓഫർ ആണ് ഈ ഒരു കാര്യം മുന്നോട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, 1942 Cripps came with an offer and rejection by Muslim League form to
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, രണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ഉണ്ടാക്കാന്നുള്ള ഒരു സജഷൻ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരുന്ന സമയത്ത്, കാരണം അന്ന് ഇന്ത്യയിലെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്, മുസ്ലിംസ് വേഴ്സസ് ഹിന്ദുസ്, കമ്മ്യൂണൽ ഡിവൈഡ് കൃത്യമായിട്ട് നടന്നിട്ടുള്ള ഒരു ടൈമാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരുന്നു. എനിവേ ഈ പ്രപ്പോസൽ റിജക്ട് ചെയ്തു. എന്നിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻസിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചു. ഓക്കെ, അപ്പോ ഇനി വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് നടന്നത് എന്നുള്ളതാണ്. അപ്പോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ആളുകളോട് കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഏത് വർഷമാണ് ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളത്? December 9, 1949. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിലാണ് കൃത്യമായിട്ട് ഫസ്റ്റ് മീറ്റിംഗ്. അതുപോലെ തന്നെ December 13 ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഒക്കെ ജവഹർലാൽ നെഹ്റു മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് നടന്നത്? December 9, 1949. അതിന് മുമ്പ് ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്നു, റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ അംബേദ്കർ ചെയർഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കി, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കി, അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എനിവേ, ദ മുസ്ലിം ലീഗ് ബോയ്കോട്ടഡ് ദ മീറ്റിംഗ് ആൻഡ് ഇൻസിസ്റ്റഡ് ഓൺ എ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ. ഈ മുമ്പുള്ള മീറ്റിംഗും കാര്യങ്ങളൊക്കെ മുസ്ലിം ലീഗ് റിജക്ട് ചെയ്ത്, കാരണം സെപ്പറേറ്റ് ഇലക്ടോറൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നേരത്തെ പറഞ്ഞ മോർലിയുടെ പ്രപ്പോസലുള്ള, മിന്റോ മോർലിയുടെ പ്രപ്പോസലിലുള്ള ഇലക്ടോറേറ്റ് അല്ല, പകരം ഇതില് മുസ്ലിം പോപ്പുലേഷൻസ് കൂടുതലുള്ള സ്ഥലത്ത് മുസ്ലിംസിനെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു അന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിലൊക്കെ കാരണമാണ് ഇന്ത്യയിൽ നിന്നും പിന്നീട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലൊക്കെ ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള സമയത്ത് 1947 മുമ്പുള്ള 46 ആ ഒരു ടൈമിലൊക്കെ മെമ്പേഴ്സ് ഒക്കെ, മുസ്ലിം ലീഗിലെ മെമ്പേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിലുള്ള പ്രപ്പോസലിന്റെ കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. The meeting was thus attended by only 211 members. 211 മെമ്പേഴ്സ് മാത്രമാണ് എന്നിട്ട്, കാരണം മുസ്ലിം ലീഗ് ബോയ്കോട്ട് ചെയ്തിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മീറ്റിംഗ്സ് ഒക്കെ. അതുകൊണ്ട് തന്നെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, the oldest member, was elected as the temporary president of the assembly. അപ്പോ സച്ചിദാനന്ദ സിൻഹ എന്ത് ചെയ്തു? ഓൾഡസ്റ്റ് മെമ്പർ വാസ് elected as the temporary president of the assembly following the French practice. അപ്പോ സച്ചിദാനന്ദ സിൻഹ അല്ല ഫസ്റ്റ് ഇന്ത്യയുടെ പ്രസിഡന്റ്, ടെമ്പററി പ്രസിഡന്റ്. ഇന്ത്യയുടെ ടെമ്പററി പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? Who can answer? പറഞ്ഞോളൂ. അടുത്ത സെന്റൻസ് അത് തന്നെയാണല്ലോ അല്ലെ. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബോത്ത് HC മുഖർജിയും VT കൃഷ്ണമാചാര്യവും were elected as the vice president of the assembly. അസംബ്ലിയുടേതാണ്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അല്ല. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? രാധാകൃഷ്ണൻ, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്. അപ്പോ അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് HC മുഖർജിയെയും VT കൃഷ്ണമാചാര്യയെയും അന്ന് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി പറയുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ കാര്യങ്ങളിലേക്കാണ്. സോറി, നേരത്തെ ഞാൻ December 9, 1949 ആണ് പറഞ്ഞത്, 1946 ആണ് കേട്ടോ, 1946. അപ്പോ 1946 December 9 ഫസ്റ്റ് മീറ്റിംഗ്. 1946 December 13 ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പൊ ആ ടൈമിലാണ് 1947 August 15 ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ എനിവേ, അതിനു മുമ്പ് മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഇതിന്റെ ഒക്കെ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പൊ കൃത്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ ബോയ്കോട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോ പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് പോകുന്നില്ല. എനിവേ, ഫാക്ച്വലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് മീറ്റിംഗ് നടന്നിട്ടുള്ളത് ഇതില്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. ഇപ്പൊ 1 മണിക്കൂറിന്റെ മുകളിലായില്ലേ, ക്ലാസ് നീണ്ടു പോവാണ്. അപ്പൊ ഇനി അടുത്ത ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെത് കാണാം. ഇപ്പോ അടുത്ത ക്ലാസ്സിൽ നമ്മളൊരു അഡ്വക്കേറ്റ് സുഹൈൽ എന്നുള്ള ഒരാളെ വെച്ചിട്ട് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് 1 മുതൽ 32 വരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അതൊക്കെയാണ്. വളരെ എളുപ്പത്തിൽ ആ ആർട്ടിക്കിൾസിനൊക്കെ എങ്ങനെ പരിചയപ്പെടാന്നുള്ളത് ട്രിവാൻഡ്രത്തെ സിവിൽ സർവീസ് അക്കാഡമിയിലൊക്കെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഒരു സർ വന്നിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എപ്പോഴാണെന്നുള്ളത് അറിയിക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം ഇതൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെയാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്. ഓക്കെ,
പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. വളരെ കാലങ്ങളായിട്ടുള്ള കുറെ ചാർട്ട് ട്രാക്സും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ അവസാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് എന്ത് പറയാണ്, നമുക്ക് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സ്വന്തമായിട്ട് വേണം, ഇന്ത്യൻസ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തി. അഡൽട്ട് ഫ്രാഞ്ചൈസ് പ്രകാരം 21 വയസ്സിന്റെ മുകളിൽ, ആ ടൈമിൽ 21 വയസ്സിന്റെ മുകളിലായിരുന്നു ഉള്ള ആളുകൾ വോട്ട് ചെയ്ത് ഇലക്ട് ചെയ്ത മെമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനും അതിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ളത്. അതിൽ അംബേദ്കറിന്റെ നമുക്കറിയാം അന്ന് മുസ്ലിം ലീഗിന്റെ ഒക്കെ സീറ്റിലൊക്കെ ആയിരുന്നു. കാരണം അന്ന് അൺടച്ചബിലിറ്റി ഒക്കെ ഉള്ള സമയമായിരുന്നു. കൃത്യമായിട്ട് ഒരു ദളിത് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഒരു മെജോറിറ്റേറിയൻ അല്ലെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലതവണ മത്സരിച്ചെങ്കിലും മഹാരാഷ്ട്രയിലൊക്കെ തോൽക്കുകയായിരുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം അത്രയും വലിയൊരു സ്കോളറെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്തിക്കുകയും അന്ന് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ചെയർമാൻ ആക്കിക്കൊണ്ട്. പിന്നീട് അതിന്റെ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്തത്, ആരൊക്കെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെയായിരുന്നു സജഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യത്തില് ഫാക്ച്വലി ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഓക്കെ പറഞ്ഞാൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. Any doubts? ഇല്ല അല്ലെ? ഈ വിഷയമായിട്ടില്ല സാറ്. പിന്നെ ഈ ഇംഗ്ലീഷ് അങ്ങനത്തെ സബ്ജക്റ്റ് ഒന്നും നോക്കാത്തതിന് കാരണം അത് എത്ര പ്രാധാന്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. ഏത് സബ്ജക്ട്സ് ആണ്? ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ 3 year LLB പ്രകാരം വെറും 5 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇംഗ്ലീഷിനൊക്കെ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് പിന്നെ അതൊന്നും അത് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇപ്പം. അതേ സ്ഥാനത്ത് ക്ലീക്കൊക്കെ 60-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് കാണാം. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ ക്ലീക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള സെഷൻസ് വേറെ വെക്കുന്നുണ്ട്. ഓക്കെ, ക്ലീയുടെ കേരള ലോ എൻട്രൻസ് എക്സാമിന്റെ ക്ലീക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള സെഷൻസ് വേറെ തന്നെ. ഇംഗ്ലീഷിന്റെ ഗ്രാമർ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ വേർഡ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ള സെഷൻസ് ഒക്കെ നമ്മൾ പിന്നീട് വെക്കുന്നുണ്ട്. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും വെക്കും. ഇംഗ്ലീഷിന് വെക്കും, ലോജിക്കൽ റീസണിങ്ങിന് വെക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വെക്കും, എല്ലാത്തിനും വെക്കും. സാർ നമുക്ക് DU കിട്ടിയാ പിന്നെ അവിടെ നിന്ന് തന്നെ LLM ചെയ്യാൻ അവസരം ഉണ്ടാവോ? അവിടെ തന്നെ LLM ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട്. അവിടെ ആകെ 100 സീറ്റാണ് പക്ഷെ LLMന് അവൈലബിൾ ആയിട്ടുള്ളത്. എങ്ങനെ എൻട്രൻസ് ആണ് പിന്നെ എക്സാം കിട്ടല്? എൻട്രൻസ് ആണ്. LLB കഴിഞ്ഞതിന് ശേഷം. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 2 year LLB മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പൂന പാക്ടിന്റെ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ ഗാന്ധിജിയുടെയും അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒക്കെ ഡിസ്കസ് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് പറയണല്ലോ. നമുക്ക് എൻട്രൻസിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ മതിയാവും. ആരും എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഓക്കെ, പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാക്സിമം സ്വന്തമായിട്ടുള്ള കഴിവാണ്, പേഴ്സണലി എത്രത്തോളം പെർഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്ലേസ്മെന്റുകൾ ഉണ്ട്. ഡൽഹി LLB 3 year തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷെ അത് തന്നെ കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ ആയിരിക്കും, ലീഗൽ അഡ്വൈസേഴ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലേസ്മെന്റുകളായിരിക്കും. DU LLB മാത്സ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് അത്ര അല്ല. ആകെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്നത്. 2018 മുമ്പ് 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ LLB ചെയ്യുന്നത് വെച്ചാല് ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ഡയറക്റ്റ് ഒരു കമ്പനി വർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കൊക്കെ കിട്ടാനൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കുറച്ചൊക്കെ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കണം. കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളെ എല്ലാവരും പിടിച്ചു കൊണ്ടുപോകുന്നില്ല. കാരണം നമ്മൾ പിന്നെയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, പഠന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ പ്രാക്ടീസിങ് ലൈഫും ഒക്കെ സ്ട്രഗിൾ തന്നെയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് വേൾഡിലേക്ക് മൂവ് ഓൺ ചെയ്യണം ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട്. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ PSC റിക്രൂട്ട്മെന്റ് ഉണ്ട് ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ടും പല പോസ്റ്റുകളിലും. അതുപോലെ തന്നെ ഞാൻ അതിന്റെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, പ്ലേസ്മെന്റ് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ. അതൊന്ന് കേട്ടാൽ മതി. ഓക്കെ, അപ്പോ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നാല് യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഒന്ന് അത് ഗ്രൂപ്പിൽ വരും. ഓക്കെ.
ബാരിസ്റ്റേഴ്സ് അക്കാഡമി എന്ന് യൂട്യൂബിൽ സിമ്പിൾ ആയിട്ട് അടിച്ചാൽ മതി. ഓക്കെ, ഈ അടിയിൽ നമ്മുടെ ലോഗോന്റെ അടുത്ത് കാണുന്ന ആ സ്പെല്ലിങ് കറക്റ്റ് അടിച്ചാൽ മതി. അപ്പോസ്ട്രോഫി എസ് വേണ്ടെന്നേ ഉള്ളൂ. എനിവേ, അപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ ജോയിനിങ്.